കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ ദേവദാസൻ ലൂക്കോസ് യോഹന്നാൻ, അതോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന ബഹുമാന്യരായ ദേവദാസന്മാർ, ഈ സിറ്റിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാർ, സ്നേഹനികളായ ദൈവമക്കൾ എല്ലാവർക്കും വേഗവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 51-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദാവീദിന്റെ 19 പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങളായി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായി 51-ാം സങ്കീർത്തനം ചില പ്രത്യേകതകളുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, സാത്താൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അതേ അവസരത്തിൽ ദൈവത്തിന് വലിയ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിനകത്ത് പല വിധത്തിൽ സങ്കീർത്തനക്കാരൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്. തന്നെ വിടിവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദയനീയമായ തന്റെ അവസ്ഥകളിൽ ദൈവത്തോട് ദയ കാണിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവ ശബ്ദത്തോടെ പ്രതികരിക്കുന്ന ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. പ്രവാചകനായ നാഥാൻ പ്രവാചകൻ തന്റെ അടുക്കൽ വന്ന്, ദാവീദ് രാജാവായിരിക്കുമ്പോൾ തന്റെ അടുക്കൽ വന്ന് ആരും അറിയാതെ രഹസ്യമായി തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത വളരെ ഗൂഢമായി തന്ത്രമായി അടവ് ഉപയോഗിച്ച് ചെയ്ത ഒരു വലിയ പാപം, മറച്ചു വെച്ച ഒരു പാപം വളരെ ശാന്തമായി പ്രവാചകൻ അത് വെളിപ്പെടുത്തിയപ്പോ, അത് തന്നോടാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ആ ദൈവ ശബ്ദത്തോട് പ്രതികരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ഈ കാലഘട്ടത്തിൽ ഈ വചനത്തോടെ പ്രതികരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അത് കാണാനുമില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഒരു സഹോദരിയെ ഉയർപ്പിച്ച് നിൽക്കുന്ന, മരണത്തെ ഉയർപ്പിച്ച് നിൽക്കുന്ന പത്രോസ് വന്നപ്പോൾ, പ്രസിദ്ധനായ പത്രോസ് വന്നപ്പോ കൊർന്നല്യോസ് ഓടിച്ച് നമ്മുടെ കാൽക്കൽ വീണ് അവനെ നമസ്കരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ സമയത്ത് പത്രോസിന് വചനം അകത്തുള്ളതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇല്ലില്ല, അത് ചെയ്യാൻ പാടില്ല. ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്, മനുഷ്യന്റെ മുമ്പിൽ വീഴരുത്. പിന്നീട് അവിടെ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 13-ാം അധ്യായത്തിന്റെ 45-ാം ഭാഗത്തിലേക്ക് വരുമ്പോ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പിന്നീട് പ്രസ്താവിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ജാതികൾ സന്തോഷിച്ചു കൊർന്നല്യോസിന്റെ ഭവനത്തിൽ. അടുത്ത വാക്ക്, വചനത്തെ അവർ മഹത്വപ്പെടുത്തി. ശ്രദ്ധിക്കണമേ, തുടക്കത്തിൽ മനുഷ്യന്റെ മുൻപിൽ വീണ ഈ കൊർന്നല്യോസ്, പിന്നീട് ആ ഭവനത്തിലുള്ളവർ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, വചനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ വചനത്തെ മഹത്വപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലേക്ക് അവർ മാറുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് ദൈവവചനത്തെയാണ്, പ്രതികരിക്കേണ്ടത് ദൈവവചനത്തോടാണ്. ഇന്ന് മനുഷ്യരോട് പ്രതികരിക്കുന്ന അനുഭവമാണ്, ഞങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ ഇന്ന പ്രസംഗം നല്ലതാണ്, പാസ്റ്റർ നന്നായി പ്രസംഗിക്കും, ഞങ്ങളുടെ പാസ്റ്റർ നന്നായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരിലൂടെ കേട്ട ദൈവശബ്ദത്തോടെ പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ എത്ര വലിയ ദൈവദാസൻ പ്രസംഗിച്ചാലും നമ്മളാരും അനങ്ങാതിരിക്കുന്നത്, ശബ്ദമില്ലാതിരിക്കുന്നത്, സ്തുതിക്കാതിരിക്കുന്നത്, പ്രതികരിക്കാതിരിക്കാൻ കാര്യം എന്താ? നമ്മുടെ ലക്ഷ്യം വചനത്തിൽ നിന്ന് മാറി പ്രസംഗിക്കുന്നയാളിലേക്ക് പോയി. ഇവിടെ അങ്ങനെയല്ല. ദാവീദിനെ കുറിച്ച് 89-ാം സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞത്, എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി. അവിടെ 4 കൂട്ടം കാര്യം പറയുന്നുണ്ട്. ദാസൻ എന്ന് പറയുമ്പോൾ 4 കൂട്ടം കാര്യം. അവൻ ഭക്തനാണ്, അവൻ വീരനാണ്, അവൻ വ്രതസ്ഥനാണ്, അവൻ ദാസനാണ്. എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ? പിന്നീട് പറയുന്നു, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്താ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന് ദൈവം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാര്യമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ പാട്ടാണെന്ന, നമ്മുടെ പ്രസംഗമാണെന്ന, നമ്മുടെ പ്രവചനമാണെന്ന. അതെല്ലാം സെക്കൻഡറി ആണ്. ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യന്റെ ശുദ്ധീകരണമാണ്, അവന്റെ മാനസാന്തരമാണ്, അവന്റെ അനുതാപമാണ്, അവന്റെ ഏറ്റുപറച്ചിലാണ്, അവന്റെ മടങ്ങിവരവാണ്. അങ്ങനെയുള്ളവന്റെ സ്തുതി ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദാവീദിനെ കുറിച്ച് പറയാണ്, എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. അവൻ ഭക്തനാണ്. ഭക്തി മനുഷ്യരോടുള്ള ബന്ധത്തിലല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭക്തിയെല്ലാം മനുഷ്യരോടുള്ള ബന്ധത്തിലാണ്. പാട്ട് പാടുന്നത് മനുഷ്യരെ കാണിക്കാൻ, പ്രസംഗിക്കുന്നത് മനുഷ്യരെ കാണിക്കാൻ. ഏത് ശുശ്രൂഷ ചെയ്താൽ ഈ കാലഘട്ടം ഫേസ്ബുക്കൊക്കെ കണ്ടാൽ മനസ്സിലാക്കും. ഒരു പരസ്യോഗം ചെയ്താൽ തന്നെ ഉടനെ നമ്മൾ ഫോട്ടോ എടുത്തു ചെയ്യുക, അടുത്ത മേഖലയിലേക്ക് വിടുകയാണ്. അത് കേൾവിക്കാരുണ്ടെന്നുള്ള വിഷയമല്ല. ഇന്ന് കേൾവിക്കാരൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന ഒരു മൈക്കോട്ട് പ്രസംഗിക്കുക, അതിന്റെ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കുക, എഴുതുക. കാരണം ഭക്തി മനുഷ്യനോടുള്ള ബന്ധത്തിലേക്ക് മാറിപ്പോയി. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, അവൻ ഭക്തനാണ്, അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അതവന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ
ഇരിക്കും. ഞാൻ അവനെ എന്റെ വലതുഭാഗത്ത് വെച്ചിരിക്കുന്നു, ഞാൻ അവനെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. എല്ലാവരും പ്രത്യേകിച്ച് സഹോദരിമാരെല്ലാം കൂടെ ഈ ദാവീദിനെ ഉയർത്തിയപ്പോ, ഒന്ന് പൊക്കിയപ്പോ, ദാവീദ് അവന്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: യഹോവേ, നീയാണ് എന്റെ കർത്താവ്, നീയാണ് എന്റെ കർത്താവ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമക്കൾ ഭക്തി കാണിക്കേണ്ടത് ദൈവത്തോടാണ്, ഉയർത്തേണ്ടത് ദൈവത്തോടാണ്. രണ്ടാമത് അവൻ വീരനാണ്. ഇന്ന് വീരന്മാരെ കാണാനില്ല, യുദ്ധം ചെയ്യുന്നവരെ കാണാനില്ല, യുദ്ധ പ്രാർത്ഥന നമ്മുടെ സഭകളിലില്ല, ശത്രുവിനോടുള്ള പോരാട്ടം നമുക്കില്ല, ലോകത്തോടുള്ള ഒരു വെറുപ്പ് നമുക്കില്ല. എന്നാൽ ദാവീദിനെ കുറിച്ച് പറയുന്നത്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ. പോരാടുന്നവൻ വീരനാണ്. മൂന്നാമത് അവൻ വ്രതസ്ഥനാണ്. എല്ലായിടത്തും അവനെ കാണാൻ പറ്റില്ല. അത് പറയുന്നു: അന്യ ദൈവങ്ങളുടെ നാമം എന്റെ നാവിന്മേൽ ഞാൻ എടുക്കില്ല. എനിക്കിന്ന് അങ്ങനെയൊന്നല്ല. നമുക്കിന്ന് ക്ഷേത്രത്തിൽ പാടുന്നവൻ പിറ്റേന്ന് കൺവെൻഷനിൽ പാടുക, ഉത്സവത്തിന് പാടുന്നവൻ പിറ്റേന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ പാടുക. വ്യത്യാസമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ ദാസനായ ദാവീദിനെ ദൈവം കണ്ടെത്തുമ്പോൾ അവൻ ഭക്തനാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ, അവൻ വീരനാണ് ശത്രുവിനോടുള്ള ബന്ധത്തിൽ, അവൻ വ്രതസ്ഥനാണ് ലോകത്തോടുള്ള ബന്ധത്തിൽ, അവൻ ദാസനാണ് തന്റെ സമശിഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ. ആ ദാവീദ് ആരും അറിയാതെ ചെയ്തൊരു പാപം ഒരാള് പറഞ്ഞില്ല, അടവായിരുന്നു. ഈ അധികാരത്തിന് അടവ് വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. അധികാരിയാകുവാൻ പലരും അടവായിപ്പോ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശുശ്രൂഷയ്ക്ക് അഭിഷേകം വേണം. ദാവീദ് അടവ് ഉപയോഗിച്ച് ആരും അറിയാതെ ഒരു പാപം ചെയ്തു, ക്രൂരമായ പാപം. അതൊരു കഥയുടെ രൂപത്തിൽ പ്രവാചകനായ നാഥാൻ വന്ന് വെളിപ്പെടുത്തുമ്പോ, അത് നീയാണെന്ന് പറയുമ്പോ, രഹസ്യമായിട്ട് അവനെ തടവറയിൽ അടക്കുകയല്ല ചെയ്തത്, രഹസ്യമായി അവനെ തലവെട്ടാൻ ഓർഡർ കൊടുക്കുകയല്ല ചെയ്തത്. അവിടെ തീരുകയാണ്, അവിടെ മനസ്സിലാകുകയാണ്, ഏറ്റു പറയുകയാണ്. ദാവീദ് പറയാണ്: അയ്യോ, ഞാൻ നിന്നോടാണ് പാപം ചെയ്തത്. ദൈവത്തോട് പറയാ: ഞാൻ നിന്നോടാണ് പാപം ചെയ്തത്. എന്റെ പാപം ഇപ്പോൾ എന്റെ കൺമുൻപിൽ ഇരിക്കുന്നു. എനിക്കതിനെ മാറ്റിക്കൊണ്ട് സ്തോത്രം ചെയ്യാൻ പറ്റില്ല, ആരാധിക്കാൻ പറ്റില്ല, പാട്ടുപാടാൻ പറ്റില്ല. നമുക്ക് ഏത് പാപം ചെയ്താലും പാട്ടുപാടാം. ഏത് തന്ത്രം ഉപയോഗിച്ച് ആരെയും തകർത്താലും നമുക്ക് ആരാധിക്കാം, നോ പ്രോബ്ലം. കാര്യം എന്താ? വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നില്ല, വചനം നമ്മളോട് സംസാരിക്കുന്നില്ല. പഴയ പ്രവാചകന്മാരെ കുറിച്ച്, പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നത് അവരുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി അവരെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നതായിരുന്നു പ്രവചനം. പുരോഹിതന്മാരുടെ കടമ എന്ന് പറയുന്നത് മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കുന്നതായിരുന്നു. ഇന്നത് പറ്റില്ല. ഇന്നെല്ലാം സന്തോഷിപ്പിക്കുന്ന സ്തുതികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ അല്ലെങ്കിൽ ഒരു മൂലക്കേക്ക് മാറ്റിയിരുത്തുമ്പോൾ, പ്രവാചകന്റെ പുരോഹിതന്റെ കടമയേതാ? നാഥൻ പറഞ്ഞത് നീയാണ്, ആ പാപം ചെയ്തവൻ നീയാണ്. അപ്പോഴൊരു ബോധ്യം വന്നു: അയ്യോ, എന്റെ പാപം എന്റെ മുൻപിലിരിക്കുന്നു, ഞാൻ നിന്നോടല്ലോ പാപം ചെയ്തത്, എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ മടക്കിത്തരണം. അവൻ മനസ്സിലായി പാപം ചെയ്താൽ പോകുന്നു. നമുക്ക് കുഴപ്പമില്ല, പാപം ചെയ്തതിന് അന്വേഷണം പറയാം. പക്ഷെ അവൻ പറഞ്ഞു: ഇല്ല, ആ പരിശുദ്ധാത്മ പോയി എന്ന് എനിക്ക് മനസ്സിലായി, ആ സന്തോഷം പോയി എന്ന് എനിക്കറിയാം, അതെനിക്ക് മടക്കി തരണമേ. അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിലെ ഒരിക്കൽ കൂടെ പറയാം, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ കൊണ്ടുപോയി. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. നാം ഒന്ന് ശ്രദ്ധ ചെയ്യണം. ഇത് അന്ത്യകാലമാണ്. കർത്താവ് പറഞ്ഞു, അന്ത്യകാലമാണ്. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു എന്നുള്ള വചനം നമുക്കറിയാം. ഞാൻ ഒരിക്കൽ ഒരു കാര്യം കൂടെ കേട്ട് പറയാം: മരണവും നമ്മുടെ വാതിൽക്കലുണ്ട്. 2020 മുതൽ മരണത്തെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസമില്ല. എത്രയോ നമ്മുടെ കൂടെ പറപ്പുകൾ മരണവും നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നു. ഇത് ഉണർവിന്റെ കാലമാണ്. ഉണർവെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ കൂട്ടുന്നതല്ല, ഒരുക്കത്തിന്റെ നാളുകൾ. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് മാറാം, ദാവീദിനെ പോലെ നമുക്ക് മാറാം. കർത്താവേ, നിന്റെ ഇഷ്ടമാണോ ഞാൻ ചെയ്യുന്നത്? അതോ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഒരു മനുഷ്യന്റെ വീട്ടിൽ യേശു കർത്താവ് ഒരു വിരുന്നിന് പോയി. ലൂക്കോസ് സുവിശേഷത്തിലുണ്ട്. അവൻ ഏറ്റവും നല്ല വിരുന്ന് അവിടെ കൊടുത്തത്. അവന് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു വിരുന്നൊരുക്കി. പക്ഷേ ആ അവസരത്തിൽ ഒരു സ്ത്രീ, ഒരു പാപിയായ സ്ത്രീ അവിടെ മാറി നിന്നിട്ട് അവൾ വെങ്കൽ ഭരണി തൈലവും എടുത്തുകൊണ്ട് നിൽക്കുക. അവൾ കരയുന്നുണ്ട്, അവിടെ കണ്ണുനീരുകൊണ്ട്, അവൾ തലമുടി കൊണ്ട് അവന്റെ കാല് തുടച്ചുകൊണ്ടിരിക്കുന്നു. ആ കണ്ണുനീര് അവന്റെ വീട് കാൽ നനയുമ്പോൾ ആ കാലിൽ തലമുടി കൊണ്ട് തുറച്ചുകൊണ്ടിരിക്കുക. പരീക്ഷന് ഇഷ്ടപ്പെട്ടില്ല. ഇവൾ ആരാന്നറിയാതെ ഇവൻ ഇത് എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ.
ഉടനെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എൻ്റെ കാലം തൊഴില്ല കഴിയില്ല, പക്ഷെ അവളുടെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് കഴിയും. നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളെന്റെ കാലിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നോക്കിയിട്ട് അവൻ കൊടുത്തത് ഏറ്റവും നല്ലത്. അവൻ വിചാരിച്ചാണ് ഏറ്റവും ബെസ്റ്റാണ് ഞാൻ എൻ്റെ യേശു കർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും നല്ലതാണ്. പക്ഷേ അതാണോ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് നാം തിരിച്ചറിയണം. ദൈവം പറയും, അതിനേക്കാൾ എനിക്ക് ഇഷ്ടം മനസ്സോടെ ചെയ്യേണ്ടത് ചെയ്യുന്ന, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ഇവിടെയാണ്. അവളുടെ കടമാണ് മോചിച്ചത്, അവൾ എൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറുവാൻ കാരണം അവൻ ശുദ്ധീകരണത്തിലൂടെ. അതുകൊണ്ടാണ് അതിനുശേഷം 50-ാം സങ്കീർത്തനം എഴുതിയതിനു ശേഷം വലിയ സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. ആ ഭാഗ്യപദവിയിലേക്ക് മടങ്ങി വന്നത് എങ്ങനെയാണെന്നറിയാമോ? അവന്റെ തെറ്റുകളെ അവൻ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു. തെറ്റു ചെയ്തു എന്നുള്ള ബോധ്യം അകത്ത് വന്നപ്പോൾ അത് ഏറ്റെടുത്ത് തമ്പുരാന്റെ, മനുഷ്യന്റെ മുൻപിലല്ല, തമ്പുരാന്റെ മുൻപിൽ വീണ് അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിച്ച് ആ രക്ഷയുടെ സന്തോഷം മടക്കി തരണമേ, ആ പരിശുദ്ധാത്മാവിനെ മടക്കി തരണമേ എന്നുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവന് മനസ്സിലായി, ആയോ ഞാൻ ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് വന്നു. ദൈവങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കും. നാം ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ അതാണോ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് ഒരു മിനിറ്റ് ഒന്ന് ശോധന ചെയ്താൽ. നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരിലൂടെ കേൾക്കുന്ന വചനം എന്റെ ഹൃദയത്തിൽ കുത്തുന്ന വചനമായി മാറട്ടെ, എന്റെ തെറ്റുകളെ എന്നെ ഓർമ്മിപ്പിക്കുന്ന വചനമായി മാറട്ടെ, അതെന്നെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്ന വചനമായി മാറട്ടെ. ആ പ്രാർത്ഥനയോടെ ദിവസത്തിൽ ചെന്നാൽ ദൈവദാസന്മാരെ കർത്താവ് ഉപയോഗിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. വീണ്ടും ഒരു ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും. കർത്താവ് നമ്മളെ സഹായിക്കും.